ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 136. നമ്മൾ 55ാമത്തെ ഉപനിഷത്തായിട്ട് കേനോപനിഷത്താണ് നോക്കുന്നത്. അതിൻ്റെ 4ാമത്തെ ഖണ്ഡമാണ്. അതിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടത് ഒരു യക്ഷം പരബ്രഹ്മം യക്ഷരൂപത്തിൽ വന്നിട്ട് മറ്റ് ദേവതകളെല്ലാം വന്നപ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അവരെല്ലാം തലകുനിച്ച് ഇത് അഗ്നി വായു ഇതെല്ലാം വന്നപ്പോൾ ഒരു പുല്ലിട്ട് കൊടുത്തുകൊണ്ട് കത്തിക്കാൻ പറ്റുമോ, ഇതിനെ പറപ്പിക്കാൻ പറ്റുമോ എന്നെല്ലാം ചോദിച്ചപ്പോൾ അവരെല്ലാം തോറ്റ് തലകുനിച്ചുകൊണ്ട് സ്ഥലം വിട്ടപ്പോൾ പിന്നെ ഇന്ദ്രൻ ചെല്ലുന്നു. ഇന്ദ്രൻ ചെന്നപ്പോൾ യക്ഷൻ അവിടുന്ന് സ്ഥലം മാറിക്കളയുന്നു, അപ്രത്യക്ഷമാകുന്നു. അപ്പോൾ ഉമാദേവി അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ഉമാദേവിയോട് ഇന്ദ്രൻ ചോദിക്കുന്നു, ആരാണ് ഇവിടെ ഒരു യക്ഷനെ കണ്ടല്ലോ, അതാരാണ്? അപ്പം ദേവേന്ദ്രനോട് ഇതിൽ ഉമാദേവി ഉത്തരം പറയുകയാണ്, നിങ്ങൾ കണ്ട ദിവ്യമായ ആ യക്ഷം സാക്ഷാൽ പരബ്രഹ്മസ്വരൂപൻ തന്നെ, പരമേശ്വരൻ തന്നെ. നിങ്ങൾ അസുരന്മാരെ ജയിച്ചത് ആ ബ്രഹ്മത്തിൻ്റെ ശക്തിയാലാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ അസുരന്മാരെയെല്ലാം ജയിച്ചിട്ടുണ്ട്. പക്ഷേ അത് ആ ബ്രഹ്മത്തിൻ്റെ ശക്തിയാലാണ് ജയിച്ചത്. അതിനാൽ അത് പരബ്രഹ്മത്തിൻ്റെ വിജയമാണ്. അതുകൊണ്ട് ആ വിജയം എന്ന് പറയുന്നത്, അസുരന്മാരുടെ നേരെയുള്ള വിജയം എന്ന് പറയുന്നത് പരബ്രഹ്മത്തിൻ്റെ വിജയമാണ്. നീ അതിലൊരു നിമിത്തം മാത്രമേ ആകുന്നുള്ളൂ. ഇത് അർജുനനോട് കൃഷ്ണൻ യുദ്ധക്കളത്തിൽ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. നീ എല്ലാവരെയും കൊല്ലുന്നത്, അതെല്ലാം ഓൾറെഡി തിരിഞ്ഞു. ഇവിടെയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് യാന്ത്രികമായിട്ട് കാര്യങ്ങൾ നടക്കുകയാണ്. ലോകം ഗോത്ര കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങി ഒരു വസുദൈവ കുടുംബത്തിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. പടിപടിയായിട്ട് പുരോഗതിയിലൂടെ അതിന് യജ്ഞം നടത്തുവാൻ അത് തന്നെ മനുഷ്യരൂപത്തിൽ വന്നിട്ട് മനുഷ്യൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് ഞാനെന്നൊരു ചിന്ത അവനിലുണ്ടാക്കിയിട്ട് അവനെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിച്ചിട്ട് അങ്ങനെ പോവുകയാണ്. ഇതിന് നമുക്കൊന്നും തന്നെ എന്തില്ല, ഒരു സ്വാതന്ത്ര്യവുമില്ല. നമ്മൾ വിചാരിക്കുന്നത് നമ്മളാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തെറ്റാണ്. അത് ഉള്ളിൽ നിന്ന് നമ്മളിലൂടെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാക്കിപ്പിച്ചിട്ട് ചെയ്യിപ്പിക്കുകയാണ്. നമ്മൾ എന്ന് ചിന്തിക്കുന്നതേ ഉള്ളൂ, അതിനൊന്നും അർത്ഥമില്ല. അങ്ങനെ നമ്മൾ എന്തെങ്കിലും സാധിച്ചിട്ടുണ്ട്, ആ കഴിവെല്ലാം ആരുടേതാണ്? ആ ബ്രഹ്മത്തിൻ്റെ കഴിവാണ്, അല്ല നമ്മളത് അല്ല. അതുകൊണ്ട് ഇന്ദ്രനോട് പറയുന്നു, നീ അസുരന്മാരെയെല്ലാം തോപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നിൻ്റെ കഴിവല്ല, അതിൻ്റെ ശക്തിയാലാണ്, ബ്രഹ്മത്തിൻ്റെ ശക്തിയാണ്. അതുകൊണ്ട് ബ്രഹ്മത്തിൻ്റെ വിജയമാണ്. നീ അതിലൊരു നിമിത്തം മാത്രം. നിങ്ങളാണെങ്കിൽ ആ ബ്രഹ്മത്തിനെ കണക്കാക്കാതെ എല്ലാം സ്വന്തം വിജയമായി കരുതി. ആ ബ്രഹ്മത്തെ നിങ്ങൾക്ക് മനസ്സിലായില്ല, നിങ്ങളെല്ലാം നിങ്ങളുടെ വിജയമായിട്ട് കരുതി. അത് നിങ്ങളെ എന്തിലെത്തിച്ചു? ദുരഹങ്കാരത്തിലേക്ക് എത്തിച്ചു. നിങ്ങളെ അഹങ്കാരികളാക്കി മാറ്റി. ആ പരമാത്മാവ് തന്നെ നിങ്ങളുടെ നന്മയെ കരുതിയിട്ടാണ് ആ അഹങ്കാരം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നത്. അപ്പം നിങ്ങളുടെ അഹങ്കാരമുണ്ട്, ഞാനാണെല്ലാം ചെയ്യുന്നതെന്നുള്ള അഹങ്കാരം, അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ അഹങ്കാരം ഉണ്ടായാൽ നിങ്ങൾ നശിച്ചു പോകും. അതില്ലാതാക്കാനാണ് ആ പരമാത്മാവ് തന്നെ എന്തായിട്ട് വന്നത്? യക്ഷമായിട്ട് വന്നത്. അദ്ദേഹം അഗ്നിയുടെയും വായുവിൻ്റെയും ആ ഗർവെല്ലാം അവസാനിപ്പിച്ചു. കൂടാതെ നിന്റെ ഗർവ് തീരുമല്ലോ, അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. കൂടാതെ എന്തും കൂടിയുണ്ട്, നിനക്ക് യഥാർത്ഥ ജ്ഞാനം നൽകാൻ വേണ്ടിയാണ് എന്നെ പ്രേരിപ്പിച്ചത്. അപ്പം എനിക്ക് യഥാർത്ഥ ജ്ഞാനം നൽകുവാൻ വേണ്ടിയാണ് എന്നെ പ്രേരിപ്പിച്ച് വിട്ടിരിക്കുന്നത്. അപ്പം ഈ ബ്രഹ്മത്തെ പറ്റിയുള്ള ജ്ഞാനം നേടുവാനുള്ള അർഹത ആർക്കേ ഉള്ളൂ? ഇന്ദ്രന് മാത്രമേ ഉള്ളൂ. മറ്റുള്ള ദേവതകൾക്കൊന്നും, അഗ്നിക്കൊന്നും ആ ബ്രഹ്മത്തെ, പ്രപഞ്ചമേതിൽ നിന്നുണ്ടായോ ആ ശക്തി വിശേഷത്തെ അറിയാൻ പോലും അർഹതയില്ല. ആ അഗ്നിയെല്ലാണ് നമ്മൾ എന്തെല്ലോ ആണെന്ന് വിചാരിച്ചിട്ട് ആരാധിച്ച് നടക്കുന്നത്. പക്ഷെ അഗ്നി ആവശ്യമുണ്ട്. അഗ്നിക്കൊരു കഴിവ് കൊടുത്തിട്ടുണ്ട്. ആ കഴിവ് നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു.
ഇനി 2, ദേവതകളിൽ അഗ്നി, വായു, ഇന്ദ്രൻ എന്നിവരെ പരമശ്രേഷ്ഠരായിട്ട് കരുതണം. ആര് പറയുകയാണ്? ഉമാദേവി. എന്തുകൊണ്ട്? അതായത് നമ്മുടെ യജ്ഞങ്ങളിൽ ഏറ്റവും അധികം സഹായിക്കുന്നത് ഇന്ദ്രനും അഗ്നിയും വായുവും തന്നെയാണ്. കാരണം അവർക്ക് ബ്രഹ്മാവിനെ സ്പർശിച്ചു. അവർക്ക് ബ്രഹ്മത്തെ സ്പർശിച്ചു. എങ്ങനെ? പരമബ്രഹ്മത്തെ ദർശനം നേടി, അവരുമായിട്ട് വർത്തമാനങ്ങൾ പറഞ്ഞു, പരിചയപ്പെട്ടു. ഇതിനുള്ള സൗഭാഗ്യം അവർക്ക് ലഭിച്ചു ആ പരബ്രഹ്മവുമായിട്ട്. അതുകൊണ്ട് ഇവരാണ് ശ്രേഷ്ഠർ. ഇതെന്തിനാണ് ഇത് കഥയിലാണ് ഇങ്ങനെ കണ്ടു എന്നെല്ലാം പറയുന്നത്? യഥാർത്ഥത്തിൽ ബ്രഹ്മത്തെ ആർക്കും കാണാനൊന്നും പറ്റില്ല. എങ്കിലും ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ദേവതകളിൽ ഏറ്റവും ശ്രേഷ്ഠ അഗ്നി. ഊർജമില്ലെങ്കിൽ ഈ ലോകത്തിൽ ഒന്നും നടക്കില്ല. പിന്നെ എല്ലാ കർമ്മങ്ങളും യോജിപ്പിക്കുന്ന, ഏകോപിപ്പിക്കുന്ന സൂപ്പർവൈസറായി ഇന്ദ്രൻ. പിന്നെ വായു. വായു ഉണ്ടെങ്കിലല്ലേ ജീവജാലങ്ങൾ പോലും ഉള്ളൂ. ഞങ്ങൾ യാതൊന്നിനെ ദർശിച്ചുവോ, അതായത് നിങ്ങൾ യാതൊന്നിനെ അല്ലെങ്കിൽ ഇവരെ യാതൊന്നിനെ ദർശിച്ചുവോ, യാതൊന്നിനോട് വാർത്താലാപനം നടത്തിയോ, യാതൊന്നിൻ്റെ ശക്തിയാൽ അസുരന്മാരെ ജയിച്ചുവോ, അതുതന്നെയാണ് പരബ്രഹ്മം എന്ന സത്യം. അതിലൂടെ അവർ ഗ്രഹിച്ചു. ഇപ്പോൾ അവർക്ക് ബോധ്യമായി. ആർക്ക് ബോധ്യമായി? ഇന്ദ്രന് മനസ്സിലായി. ഞങ്ങൾ ആ ശത്രുക്കളെയെല്ലാം ജയിച്ചത്, അസുരരെയെല്ലാം ജയിച്ചത് ആ ബ്രഹ്മത്തിൻ്റെ ശക്തിയാലാണ്. ഇനി 3, അഗ്നിക്കും വായുവിനും യക്ഷരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ബ്രഹ്മത്തിൻ്റെ ദർശനവും വാർത്താലാപനവും ലഭിച്ചു. അപ്പം ആദ്യം വന്ന അഗ്നിക്കും വായുവിനും യക്ഷരൂപത്തിൽ വന്ന ബ്രഹ്മാവിൻ്റെ ആ രൂപം ദർശിക്കാനായി അദ്ദേഹത്തുമായിട്ട് അദ്ദേഹത്തോട് വർത്തമാനം പറയാനുള്ള അവസരമെല്ലാം ലഭിച്ചു. ആ സൗഭാഗ്യം ലഭിച്ചു. എന്നാൽ അവർക്ക് എന്ത് പറ്റിയില്ല? അതിൻ്റെ സ്വരൂപം ദർശിക്കാൻ പറ്റി, സ്വരൂപത്തെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഈ സാധനം എന്താണെന്ന്, ബ്രഹ്മം എന്താണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. എന്നാൽ ഉമയിലൂടെ ഇന്ദ്രൻ അത് ലഭിച്ചു. അപ്പോൾ ഉമാദേവിയിലൂടെ ഇന്ദ്രനാണ് ആ ബ്രഹ്മം എന്താണെന്ന് മനസ്സിലാക്കുവാനുള്ള അവസരം ലഭിച്ചത്. കാരണം അദ്ദേഹത്തിന് അതിനുള്ള യോഗ്യതയുള്ളൂ. അത് പിന്നെ ഇന്ദ്രനിലൂടെ ഇവർക്ക് ലഭിച്ചു. പിന്നെ ഇന്ദ്രൻ വന്നിട്ട് പറഞ്ഞു കൊടുത്തു ആർക്ക്? അഗ്നിക്കും വായുവിനും. പിന്നെ അവരിൽ നിന്നുമല്ലാണ് മറ്റ് ദേവതകളെല്ലാം കേട്ട് മനസ്സിലാക്കിയത്. അതിൻ്റെ ഫലമായി അവരിലൂടെയാണ് മറ്റുള്ള ദേവന്മാരെല്ലാം പരമേശ്വരനെ പറ്റി, ഈ പരമേശ്വരനെ പറ്റി, സാക്ഷാൽ പരമേശ്വരനെ പറ്റി മനസ്സിലാക്കിയത്. ബാക്കി എല്ലാ ദേവന്മാരും ഇവരിലൂടെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അവർക്കൊന്നും തന്നെ എന്തില്ല? ദർശനമോ സംസാരിക്കാനുള്ള അവസരമോ ലഭിച്ചിട്ട് എന്നീ സൗഭാഗ്യങ്ങൾ ലഭിച്ചിട്ടില്ല. അപ്പം മറ്റുള്ള ദേവതകൾക്കെല്ലാം ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങളെല്ലാം കിട്ടി. പക്ഷേ അവർക്ക് ഇവരിൽ നിന്നാണ് കിട്ടിയത്. പക്ഷേ ദർശനമൊന്നും ബാക്കിയുള്ള ദേവതകൾക്കൊന്നും കിട്ടിയിട്ടില്ല. ഈ രൂപത്തിലുള്ള യക്ഷരൂപത്തിലുള്ള ദർശനവും കിട്ടിയിട്ടില്ല. അദ്ദേഹത്തോട് സംസാരിക്കാനും പറ്റിയിട്ടില്ല. അതുകൊണ്ട് പറയുകയാണ്, ഇവരിൽ ശ്രേഷ്ഠർ എന്ന് പറയുന്നത്, ദേവന്മാരിലെല്ലാം ശ്രേഷ്ഠർ എന്ന് പറയുന്നത് അഗ്നിയും വായുവും ഇന്ദ്രനാണ്. അതേസമയം ഇന്ദ്രനാണ് നേരിട്ട് ഉമാദേവിയിലൂടെ ബ്രഹ്മം എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തത് ആദ്യം. അതുകൊണ്ട് അത് സർവശ്രേഷ്ഠനാണ്, ഏറ്റവും സർവശ്രേഷ്ഠൻ. അല്ലെങ്കിൽ രാജാവ്, ദേവന്മാരുടെ രാജാവ് ഇന്ദ്രനും, ബാക്കിയുള്ളതിൽ അഗ്നിയും വായുവുമാണ് ശ്രേഷ്ഠ, ഏറ്റവും ശ്രേഷ്ഠ മറ്റുള്ളവരെ അപേക്ഷിച്ച്. 4 പറയുകയാണ്, സാധകന്റെ ഹൃദയത്തിൽ ബ്രഹ്മം സാക്ഷാത്കരിക്കാനുള്ള തീവ്രമായ അഭിലാഷം കത്തിജ്വലിക്കുമ്പോൾ
ഏതെങ്കിലും ഒരു സാധകൻ്റെ ഉള്ളിൽ ബ്രഹ്മസാക്ഷാത്കാരത്തിന് എനിക്ക് ബ്രഹ്മത്തിൽ ലയിച്ചേ പറ്റൂ എന്നുള്ള തീവ്രമായ അഭിലാഷം കത്തിജ്വലിക്കുമ്പോൾ ഭഗവാൻ എന്ത് ചെയ്യും? അവൻ്റെ ഉത്കണ്ഠയെ ഒന്നുകൂടി ഉയർത്തുവാൻ വേണ്ടിയിട്ട്, അവൻ്റെ ഉത്കണ്ഠ അറിയാനുള്ള ആഗ്രഹം ഒന്നുകൂടി ഉയർത്താൻ വേണ്ടിയിട്ട് വിദ്യുത് പ്രകാശം പോലെ അല്ലെങ്കിൽ കണ്ണ് ചിമ്മുന്ന കണക്ക് തൻ്റെ സ്വരൂപം കുറച്ച് നേരത്തേക്ക് ഒരു ദർശനം നൽകും. അതായത് നമ്മളെല്ലാം ബ്രഹ്മസാക്ഷാത്കാരത്തിന് എല്ലാം കളഞ്ഞിട്ട് ബ്രഹ്മമേ ശരണമെന്ന് പോകുമ്പോൾ ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നതിന് കുറച്ച് മുമ്പിൽ നമ്മളുടെ ഉള്ളിൽ ഒരു വിദ്യുത് കണക്ക് ഒരു ഞെട്ടൽ, ഒരു പ്രകാശം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രൂപം ഒന്ന് പെട്ടെന്ന് മിന്നി മറയും എന്നാണ് പറയുന്നത്. ആ സ്റ്റേജ് എത്തുന്നതിനെക്കാട്ടിയും മുമ്പിൽ ഇത്തരത്തിൽ ഇന്ദ്രൻ്റെ മുമ്പിൽ നിന്നും അപ്രത്യക്ഷമായതിനെ കാണണമെന്ന് പറയണം. അപ്പം കഥയിൽ യക്ഷം വന്നിട്ട് മറഞ്ഞു എന്ന് പറയുന്നതിനെ ഇത്തരത്തിൽ കണ്ടുകൊള്ളണം. അപ്പം നമ്മളും ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുമ്പോൾ അതിലേക്ക് എത്തിച്ചേരുന്നതിനെക്കാട്ടിയും അല്പം മുമ്പിൽ നമ്മൾ അതിലേക്കുള്ള താല്പര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കൊള്ളിമീൻ പോലെ ഒരു വിദ്യുത് പ്രവാഹം അല്ലെങ്കിൽ കണ്ണ് ചിമ്പുന്നത് നേരത്തേക്ക് ഒരു ദിവ്യപ്രകാശം നമ്മളെ മുന്നിലൂടെ കടന്നു പോകും. അത് നമ്മളിൽ ആ ആകാംക്ഷ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അത് പറയുകയാണ് ഇവിടെ. ആ അവസരത്തിൽ എത്തുന്നതിനെക്കാട്ടി കുറച്ച് മുമ്പിൽ ഇങ്ങനെയൊരു ദിവ്യാനുഭൂതി ഉണ്ടാകും. 5. ഏതൊരു സാധകൻ തൻ്റെ മനസ്സ് ഭഗവാന്റെ സമീപം വരെ എത്തിച്ചേർന്നതായി അനുഭവപ്പെടുന്നു, ആർക്കെങ്കിലും ഇങ്ങനെ ബ്രഹ്മസാക്ഷാത്കാരത്തിന് ശ്രമിക്കുമ്പോൾ അവൻ്റെ മനസ്സ് ഏകദേശം ബ്രഹ്മത്തിൻ്റെ അടുത്ത് എത്തി എന്ന് തോന്നുന്നുവോ, അപ്പോൾ അവൻ ആ മനസ്സിൽ കൂടി തന്നെ, അവൻ്റെ മനസ്സിൽ കൂടി തന്നെ നിർഗുണമോ സ്വഗുണമോ, നിർഗുണമായ ബ്രഹ്മത്തിന് ഒരു ഗുണവുമില്ല, ഒരു സ്വഭാവമില്ല, ഒരു ഗുണമില്ലാത്തതാണ് ബ്രഹ്മം. അതാണ് അതിൻ്റെ സ്വഗുണം, ആ സുഗുണം. യഥാർത്ഥത്തിൽ നമ്മുടെ രൂപം അതാണ്, ആ ബ്രഹ്മമാണ്, നമ്മളും ബ്രഹ്മമാണ്. ആ സ്വഗുണമോ ആയ ആ സ്വരൂപത്തെ ലയിച്ച് അതിൻ്റെ അനുഭൂതിയിൽ എത്തുമ്പോൾ അവയിൽ ലയിക്കുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ അങ്ങനെയുള്ള ഒരവസ്ഥയിലെത്തുന്നു, ഒരനുഭൂതി, ഒരു നിർഗുണമായ അവസ്ഥ, ഒരു പ്രശാന്തമായ ഒരവസ്ഥ, ഒരാനന്ദമയമായ ഒരവസ്ഥ. അതിലേക്ക്, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പം ആദ്യം ഒരു കൊള്ളിമീൻ പോലെ ആ ശക്തി ഒന്ന് മുന്നിലോട്ട് മറഞ്ഞു പോകും. പിന്നെ നമുക്ക് തീവ്രമായി കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകും. അപ്പോൾ ഏകദേശം എത്താൻ പോകുന്നതെന്ന് കാണുമ്പോൾ നമ്മളൊരു ശാന്തമായ നിർഗുണമായ അവസ്ഥയിൽ, അതാണ് അതിൻ്റെ സ്വരൂപം, ആ രൂപത്തിൽ, ആ അനുഭൂതിയിൽ എത്തിച്ചേരും. എന്നിട്ട് അതിൽ ലയിക്കുന്ന സ്റ്റേജിലേക്ക് മനസ്സങ്ങനെ അതിൽ ലയിച്ചിരിക്കും. പിന്നെ അദ്ദേഹത്തിനെ ആ ഭഗവാനിൽ നിന്നും, അപ്പോൾ ആ ഒരവസ്ഥയിൽ നിന്നും അവനെ അല്പനേരത്തേക്ക് പോലും അതിൽ നിന്ന് തിരിച്ചു മാറ്റാൻ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല. ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മനസ്സ് തിരിച്ചു വരില്ല, തിരിച്ചു വരാൻ ഇഷ്ടപ്പെടില്ല. പിന്നെ എപ്പോഴും അതിൽ തന്നെ പിടിച്ചങ്ങുറച്ച് നിന്നുപോകും. അതിൽ നിന്ന് അല്പം പോലും ഒന്ന് വിസ്മരിക്കാൻ, അതിനെ മറക്കാൻ, നമുക്ക് പിന്നെ അതിൽ നിന്ന് തിരിച്ചു വരാൻ, അതിനെ മറക്കാൻ നമുക്ക് പറ്റില്ല. പിന്നെ അതിനോട് അറ്റാച്ച് ആയിപ്പോയി, അഡിക്റ്റ് ആയിപ്പോയി എന്നെല്ലാം പറയുന്നില്ലേ, ആ ഒരവസ്ഥയിലേക്ക് എത്തും. അവനപ്പോൾ വ്യാകുലതയോടെ, അപ്പോൾ ഒരു വല്ലാത്ത പരമശാലനം ഉണ്ടാവും, അതിനെ പിന്നോട് കാണാനുള്ള ആ ഒരു താല്പര്യം. ആ വ്യാകുലതയോടെ അതിനെ സ്മരിക്കുകയും അതിനെ പ്രാപിക്കുവാനുള്ള ഉത്കടമായ അഭിലാഷം ഉള്ളവനായും തീരുന്നു. പിന്നെ അവൻ അതിനെ പ്രാപിച്ചേ പറ്റൂ എന്നുള്ള ഒരു തീവ്രമായ അവസ്ഥയിലേക്ക് അവൻ മാറും. അപ്പോൾ എന്നിട്ടാണ് അവൻ പിന്നെ ബ്രഹ്മത്തിൽ ലയിക്കുന്നത്. ഇനി 6 പറയാണ്,
ആനന്ദസ്വരൂപനായ, അതൊരു ആനന്ദസ്വരൂപമാണ്. ആനന്ദം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സന്തോഷം എന്ന ആ അർത്ഥത്തിലെടുക്കരുത്. നമുക്കിപ്പോൾ ഗാഠനിദ്രയിൽ എന്തോ ഒരു ഫീലിംഗ് ഇല്ല, അതുപോലെ ആ ഒരു തുറന്ന എന്തോ ഒരു അവസ്ഥ, അത് അനുഭവിച്ചാലേ പറയാൻ പറ്റില്ല. വാക്കുകൾ കൊണ്ടൊന്നും അത് വിവരിക്കാൻ പറ്റില്ല. അതിനാണ് ആനന്ദസ്വരൂപം എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പരമേശ്വരൻ എല്ലാവർക്കും അത്യന്തം പ്രിയങ്കരനാണ്. അദ്ദേഹത്തെ എല്ലാവർക്കും ഇഷ്ടമുണ്ട്. ഏത് രൂപത്തിലാണ് നമ്മൾ ഈശ്വരനെ ഇഷ്ടപ്പെടുന്നത് എന്നാണ് ഇനി പറയുന്നത്. നമ്മളെ കാര്യമാണ് പറയാൻ പോകുന്നത്. നമ്മളെങ്ങനെയാണ് ഈശ്വരനെ ഇഷ്ടപ്പെടുന്നത്? എന്തിനാണ്? നമ്മളെ ആഗ്രഹങ്ങൾ സാധിക്കാൻ, നമുക്കുള്ള സുഖത്തിന് വേണ്ടി, നല്ല സുഖമായി ജീവിക്കണം, അതിനു വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം ഇതിനെ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഈശ്വരനെ ഇപ്പോൾ ആനന്ദസ്വരൂപമായ പരമേശ്വരൻ എല്ലാവർക്കും അത്യന്തം പ്രിയങ്കരനാണ്. എല്ലാ ജീവികളും ഓരോരോ രീതിയിൽ അതിനെ ആശ്രയിക്കുന്നുണ്ട്. എല്ലാവരും ആ ശക്തിയെ ആശ്രയിക്കുന്നുണ്ട്. എല്ലാ മതങ്ങളും ഓരോ പേരും പറഞ്ഞിട്ട് പല രീതിയിൽ അതിനെ ആശ്രയിക്കുന്നുണ്ട്. എന്നാൽ തിരിച്ചറിയുന്നില്ല. പക്ഷെ ആർക്കും തന്നെ പല വിശ്വാസികളും, നമ്മളെല്ലാം പല ദൈവവിശ്വാസിയാണ്, ആ ഈശ്വരനെ വിശ്വസിക്കുന്നു എന്നെല്ലാം പറയുന്നവരും പലതരത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവർക്ക് അതിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഏതെല്ലോ രീതിയിൽ ഒരാൾ അവരെ ഭാവനക്കനുസരിച്ച് ചെയ്യുന്നു. എന്തിനു വേണ്ടി? അത് കാരണം സുഖത്തിൻ്റെ സ്വരൂപത്തിൽ അദ്ദേഹത്തെ അന്വേഷിച്ചുകൊണ്ട്. അപ്പോൾ എല്ലാവരും എന്തിനു വേണ്ടിയാണ് അദ്ദേഹത്തെ ആശ്രയിക്കുന്നത്? സുഖത്തിൻ്റെ സ്വരൂപത്തിൽ അങ്ങേരെ അന്വേഷിച്ചുകൊണ്ട്, സുഖം കിട്ടാൻ വേണ്ടിയാണ് അങ്ങേരെ അന്വേഷിക്കുന്നത്. നമ്മളെ വിശ്വാസികളെല്ലാം സുഖം കിട്ടാൻ വേണ്ടി, സുഖിക്കാൻ വേണ്ടി ആ രൂപത്തിലാണ് അദ്ദേഹത്തെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എവിടെയാണ് എത്തിച്ചേരുന്നത്? ദുഃഖകരമായ വിഷയങ്ങളിൽ അലഞ്ഞു നടക്കുന്നു. അവർ സുഖം അന്വേഷിച്ച് ഈശ്വരൻ്റെ പിന്നാലെ നടക്കുന്നു, ഈശ്വരനെ അന്വേഷിച്ച് നടക്കുന്നു. പക്ഷെ എത്തിച്ചേരുന്നത് ദുഃഖത്തിൻ്റെ സാഗരത്തിലാണ്. അവർക്ക് ദുഃഖമേ കിട്ടാൻ പോകുന്നുള്ളൂ. അവർക്ക് അദ്ദേഹത്തെ പ്രാപിക്കാൻ കഴിയില്ല. അങ്ങനെ സുഖം നേടാൻ വേണ്ടിയിട്ട് ഈശ്വരനെ വിചാരിച്ചുകൊണ്ട് നടക്കുന്നവർക്ക് അത് കിട്ടാൻ പോകുന്നില്ല, ദുഃഖമേ കിട്ടാൻ പോകുന്നുള്ളൂ. ഈ സത്യം മനസ്സിലാക്കിയിട്ട് സാധകൻ ആ ബ്രഹ്മത്തെ ജീവന് തുല്യം, നമ്മുടെ ജീവന് തുല്യം സ്നേഹിക്കണം. അല്ലാതെ മറ്റുള്ള സുഖത്തിന് വേണ്ടിയല്ല. നമ്മുടെ ജീവന് തുല്യം സ്നേഹിച്ചുകൊണ്ട്, തുല്യം കണക്കാക്കിയിട്ട് നിത്യവും ആ ചലവും അനന്തവും ആ പരമാനന്ദ സ്വരൂപവുമായ ആ സ്വരൂപത്തെ ചിന്തിച്ചു കഴിയണം. എപ്പോഴും അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചു കഴിയണം, സുഖത്തിന് വേണ്ടിയല്ല. അങ്ങനെ അവൻ പരമാത്മാവിനെ പ്രാപിക്കുമ്പോൾ സ്വയം ആനന്ദസ്വരൂപമായി മാറുന്നു. അപ്പോൾ എന്താണ് അവന് സംഭവിക്കുന്നത്? അവൻ ആനന്ദസ്വരൂപം, സ്ഥായിയായ ആനന്ദം, മനസ്സിനെപ്പോഴും പിന്നെ ഒരു ആനന്ദത്തിൽ അങ്ങനെ ലയിക്കും. പിന്നെ ഈ ലോകമായിട്ടൊരു ബന്ധമില്ല. അവൻ ആനന്ദത്തിൽ മുഴുകിക്കൊണ്ടങ്ങനെ കഴിയും. പിന്നെ ഈ ലോകമായിട്ട് അദ്ദേഹത്തിന് ഒരു ബന്ധവുമില്ല. ഇനി 7, ഗുരുദേവനിൽ നിന്നും ശ്രേഷ്ഠമായ ഈ ഉപദേശങ്ങൾ ശ്രവിച്ചിട്ടും ശിഷ്യന് പൂർണ്ണമായ രൂപത്തിൽ ഹൃദയസ്ഥമാക്കുവാൻ അതിന് കഴിഞ്ഞില്ല. അപ്പം ശിഷ്യൻ ഗുരുവോട് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് ഈ ഒരു കഥ രൂപത്തിൽ പറഞ്ഞത്. ആദ്യം തുടക്കത്തിൽ കേനോപനിഷത്ത് അത് പറഞ്ഞു കൊടുത്തിട്ടും ഇത് കേട്ടിട്ടും ശിഷ്യൻ അതിന് പൂർണ്ണമായി അർത്ഥം മനസ്സിലായില്ല. അതിനാൽ അദ്ദേഹം ചോദിക്കുക, ഇത് ശിഷ്യൻ ചോദിക്കുകയാണ്, എന്ത്? ഗുരുവേ, എനിക്ക് ഉപനിഷത്ത് വിഷയമായ ബ്രഹ്മവിദ്യ ഉപദേശിച്ചു തന്നാലും. നമുക്ക് ആ ബ്രഹ്മവിദ്യ അതിനെപ്പറ്റി തന്നെയാണ് ഇവിടെ ഇത്രയും പറഞ്ഞത്. എന്നിട്ടും അങ്ങേർക്ക് ശിഷ്യന്മാർക്ക് തലയിൽ കാര്യമില്ല. അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, ഞാൻ നിനക്ക് ബ്രഹ്മവിദ്യ ഉപദേശിച്ചു തന്നു കഴിഞ്ഞു. ഞാനിത് നിനക്ക് ബ്രഹ്മവിദ്യ ഉപദേശിച്ചു കഴിഞ്ഞു.
നിന്റെ ചോദ്യത്തിന് ഉത്തരമായ സ്രോതസ്യ സ്തോത്രം മുതൽ മുൻപ് പറഞ്ഞതെല്ലാം കൂടിയിട്ട് ആ കാര്യം ഞാൻ പറയാം, ആ ഗൂഢമായ തത്വം ഞാൻ പറയാം, നീ അത് ദൃഢമായി ഗ്രഹിക്കുക. അത് ബ്രഹ്മവിദ്യയുടെ രഹസ്യമായ ഉപദേശമാകുന്നു. ബ്രഹ്മവിദ്യ അഭ്യസിക്കുന്നവർക്കുള്ള രഹസ്യമായ ഒരു ഉപദേശമാകുന്നു ഇനി പറയാൻ പോകുന്നത്. ബ്രഹ്മവിദ്യ, ആ ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ പോകുന്നവർ സ്വീകരിക്കേണ്ട ഒരു ചെറിയ തത്വം ഞാൻ പറഞ്ഞു തരാൻ പറയാം. എനിക്ക് ബ്രഹ്മവിദ്യയെല്ലാം തന്നെയാണ് പറഞ്ഞു തന്നത്, എന്നിട്ടും തലയിൽ കയറുന്നില്ലെങ്കിൽ ഒരു ബ്രഹ്മവിദ്യയിലേക്ക് തിരിയുന്നവർക്കുള്ള ഒരു രഹസ്യമായ തത്വം ഞാൻ പറഞ്ഞു തരാം. 8 വായിച്ച് പഠിച്ച് ഉരുവിട്ട്, വല്ലതും വായിച്ചിട്ട് പഠിച്ചിട്ട് അതിങ്ങനെ ഉരുവിട്ടിട്ട് ബ്രഹ്മജ്ഞാനിയായി എന്ന് കരുതുന്നത്, ഞാൻ വലിയ ബ്രഹ്മജ്ഞാനിയാണെന്ന് വിചാരിക്കുന്നത് ബ്രഹ്മവിദ്യയെ പരിഹസിക്കലാണ്. അതുകൊണ്ട് പറഞ്ഞതുകൊണ്ടും കേട്ടതുകൊണ്ടും പഠിച്ചതും ഉരുവിട്ട് നടന്നതുകൊണ്ടും ആ ബ്രഹ്മവിദ്യ അറിഞ്ഞു എന്ന് പറയരുത്. അങ്ങനെ ആ വല്ലവരും ധരിക്കുന്നുണ്ടെങ്കിൽ അത് ബ്രഹ്മവിദ്യയെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. സ്വയം വഞ്ചനയിൽപ്പെടുകയാണ്. നമ്മൾ സ്വയം വഞ്ചിക്കപ്പെടുകയാണ്. ഇങ്ങനെ എന്തെങ്കിലും വായിച്ച് കേട്ട് ഉരുവിട്ട് നടന്നുകൊണ്ടൊന്നും ബ്രഹ്മവിദ്യ ആവില്ല. അതിനെന്ത് വേണം? ബ്രഹ്മജ്ഞാനിയുടെ അടിത്തറ, ബ്രഹ്മജ്ഞാനത്തിൻ്റെ അടിത്തറ തപം, ദമം, കർമ്മം മുതലായ സാധനങ്ങളാണ്. തപം എന്ന് പറഞ്ഞാൽ, തപം എന്ന് പറഞ്ഞാൽ ചൂടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതിക വിഷയങ്ങളെ, യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം ഇതാണ്, ഭൗതിക വിഷയങ്ങളെയെല്ലാം, ഭൗതിക സുഖ സൗകര്യങ്ങളെല്ലാം ത്യജിക്കുന്ന മനസ്സ് ഉണ്ടാക്കിയെടുക്കുക. അപ്പം മനസ്സ് ചൂട് പിടിക്കും. ഈ ഭൗതിക വിഷയങ്ങളിൽ നിന്ന് നല്ല മനസ്സിനെ വേർപെടുത്തുക എന്നാണ് അത്ര സുഖമുള്ളതല്ല. അപ്പം തല ഒരു ചൂട് പിടിക്കുന്ന അവസ്ഥയുണ്ട്. അതാണ് തപം എന്ന് പറയുന്നത്. ഈ ഭൗതിക ലോകത്തിലെ സുഖ സൗകര്യങ്ങളെ എല്ലാം മറക്കാൻ ശ്രമിക്കുക, അതാണ് തപം. ദമം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുക. നമ്മളെ കണ്ണും നീ കാണുന്ന ഒന്നും എനിക്കിനി കാണിയും വേണ്ട, കേൾക്കുകയും വേണ്ട, തൊടിയും വേണ്ട, ഒരു ചുക്കും വേണ്ട. ഇങ്ങനെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. കർമ്മം എന്ന് പറഞ്ഞാൽ നിഷ്കാമ കർമ്മം മുതലായ സാധനങ്ങളാണ്. ഇതുണ്ടെങ്കിൽ മാത്രമേ ബ്രഹ്മവിദ്യ പഠിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. അപ്പം എനിക്ക് ബ്രഹ്മവിദ്യയെല്ലാം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആദ്യം ഇനി ഈ ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് മാത്രം അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലാതെ ശ്രമിച്ചിട്ട് കാര്യമില്ല. ഏതൊരാൾ സ്വധർമാനുഷ്ഠാനത്തിനായി അതികഠിനമായ കഷ്ടതകൾ സഹിക്കുന്നില്ലയോ, അപ്പോൾ സ്വധർമ്മം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് കഷ്ടതകൾ സഹിക്കാൻ തയ്യാറാകണം. സ്വധർമ്മം അനുഷ്ഠിക്കുമ്പോൾ ഒരു ക്ഷത്രിയനാണെങ്കിൽ ധർമ്മത്തിന് വേണ്ടി എപ്പോഴും നിലനിൽക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കുറേ കഷ്ടതയുണ്ടാവും. ഭയങ്കരം സമൂഹത്തിൽ നിന്ന് എതിർപ്പുകൾ നേരിടേണ്ടി വരും. ധർമ്മത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് കഷ്ടതയായിരിക്കും ഫലം. സ്വധർമ്മം അനുഷ്ഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നേരായ വഴിയിൽ ഒരു കർമ്മം ചെയ്യാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ, സത്യസന്ധനായെല്ലാം ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടുകളും എല്ലാം നേരിടേണ്ടി വരും. അത് ശ്രമിക്കണം. അപ്പം സ്വധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പോകുമ്പോൾ പല എതിർപ്പുകളും കഷ്ടപ്പാടുകളും നേടും. അത് പഠിക്കണം, അത് സഹിക്കാൻ പഠിക്കണം. പിന്നെയോ യാതൊരുവൻ മനസ്സ്, ഇന്ദ്രിയങ്ങളെ എന്നിവയെ നിയന്ത്രിക്കുന്നില്ലയോ, പിന്നെ എന്ത് വേണം? മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും പിടിച്ചു നിൽക്കണം. കണ്ടതിൻ്റെ പിന്നാലെ പോകാനൊന്നും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെ അനുവദിക്കരുത്. കാണുക, കേൾക്കുക എന്തോ ചെയ്യട്ടെ, എനിക്ക് കാണിയും വേണ്ട, കേൾക്കുകയും വേണ്ട. അങ്ങനെയുള്ള മനസ്സിനെ ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നില്ലയോ, അതിന് പറ്റിയില്ല എങ്കിൽ, അതേമാതിരി നല്ല ധർമ്മം അനുഷ്ഠിക്കാൻ കഷ്ടപ്പാട് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, യാതൊരുവൻ നിഷ്കാമമായ കർമ്മവും അനാസക്തനായി വർണ്ണാശ്രമ ധർമ്മം അനുഷ്ഠിക്കുന്നില്ലയോ.
ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം ഇതെല്ലാം എങ്ങനെ അനുഷ്ഠിക്കണം? നിഷ്കാമമായി, ഒന്നും പ്രതീക്ഷിക്കാതെ, അനാസക്തനായി. എനിക്കൊന്നും വേണ്ട, പക്ഷേ എൻ്റെ കർമ്മം ചെയ്യേണ്ട ഞാൻ ചെയ്യുന്നു. എന്നെ സൃഷ്ടിച്ചത് കർമ്മം ചെയ്യാനാണ്, അത് ഞാൻ നിഷ്കാമ കർമ്മം ഞാൻ ചെയ്തു കൊടുക്കുന്നു. ആ തരത്തിൽ ആരും ചെയ്യുന്നില്ലയോ അവന് ബ്രഹ്മവിദ്യയുടെ യഥാർത്ഥ രഹസ്യം മനസ്സിലാവുകയില്ല. അപ്പം ശരിയായ ധർമ്മത്തിനനുസരിച്ച് നീങ്ങുക. അപ്പോൾ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരും. കഷ്ടപ്പാടുകൾ സഹിക്കുക. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കുക. എല്ലാ കർമ്മങ്ങളും എനിക്ക് എന്ന നിലയിൽ ചെയ്യാതെ എല്ലാം ആ ശക്തിക്കായിക്കൊണ്ട് ചെയ്തു കൊടുക്കുക. നമ്മൾ ചെയ്യുന്ന ജോലിയെല്ലാം രാഷ്ട്ര പുരോഗതിക്കാണ്. ഒരു സുന്ദരമായ ലോകം അതുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ആ കാലം പുരോഗമിച്ച് ഒരു നല്ലൊരു ലോകം. അതിനുവേണ്ടി എൻ്റെ സംഭാവന ഞാൻ ആ ശക്തിക്കായിട്ട് ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെ കർമ്മം അനുഷ്ഠിക്കാത്തവന് ബ്രഹ്മവിദ്യ പറഞ്ഞാൽ മനസ്സിലാകാൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ടോ കൂടാതെ വേദം ആ ബ്രഹ്മവിദ്യയുടെ എല്ലാ അംഗങ്ങളും കൂടിയതാണ്. വേദത്തിൽ ഈ ബ്രഹ്മവിദ്യയുടെ എല്ലാ കാര്യങ്ങളും വേദങ്ങളിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. വേദമെടുത്ത് പഠിക്കുക. വേദത്തിലാണ് അതിൻ്റെ രഹസ്യങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ വേദപുസ്തകങ്ങൾ ഉപനിഷത്തിലെല്ലാം വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെടുത്തിട്ട് സ്വയം പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനായി നല്ല രീതിയിൽ അധ്യയനം ചെയ്യുക. ശരിയായ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് അധ്യയനം ചെയ്യുക. അങ്ങനെ ബ്രഹ്മത്തെ ലക്ഷ്യമാക്കി വേദാനുസരണമായി തപം, ദമം, നിഷ്കാമ കർമ്മം ഇത് ചെയ്യുമ്പോൾ അവർക്കെന്ത് പറ്റുന്നു? പരമാത്മ പുരുഷനെ പ്രാപിക്കുവാൻ കഴിയുന്നു. അങ്ങനെ അവർ കഷ്ടപ്പാടെല്ലാം സഹിച്ചുകൊണ്ട് മനസ്സിനെയെല്ലാം നിയന്ത്രിച്ചിട്ട് ഈ ജ്ഞാനം നേടാൻ, ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മാത്രമേ ബ്രഹ്മ സാക്ഷാത്കാരം നേടുകയുള്ളൂ. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. വെറുതെ പുസ്തകം വായിച്ച് ഉരുവിട്ടുകൊണ്ടൊന്നും അതിനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റില്ല. പൂർണ്ണമായി അതിനൊരിക്കലും മനസ്സിലാകാൻ പോകുന്നില്ല. ബ്രഹ്മസാക്ഷാത്കാരത്തിൻ്റെ ആ തത്വം മനസ്സിലാക്കാൻ കഴിയില്ല. 8. ഇപ്രകാരം യാതൊരുവൻ ബ്രഹ്മവിദ്യയുടെ രൂപത്തെ ഗ്രഹിക്കുന്നുവോ അവനെ സകല ശുഭ അശുഭ കർമ്മങ്ങളെയും നിശേഷം നശിച്ച്, അവൻ്റെ ശുഭ അശുഭ കർമ്മങ്ങളെല്ലാം നിശേഷം നശിക്കും. ഈ ഒരവസ്ഥയിൽ ഒരാൾ എത്തിച്ചേരുമ്പോൾ, ഈ തരത്തിൽ ഒരാൾ നീങ്ങുമ്പോൾ അവൻ്റെ എല്ലാ കർമ്മങ്ങളും നശിച്ചിട്ട് സർവശ്രേഷ്ഠമായ പരമധാമത്തിൽ സ്ഥിതി ചെയ്യും. പിന്നെ അവൻ ആ മനസ്സ് ആ ബ്രഹ്മത്തിൽ പോയി ലയിച്ച് അങ്ങനെ അതിൽ ലയിച്ചിരിക്കും. അവൻ്റെ പാപമെല്ലാം അതോടെ തീരും. പിന്നെ ഒരിക്കലും അവന് തിരിച്ച് മടങ്ങി വരേണ്ടി വരില്ല. ആ അവസ്ഥയിൽ എത്തിച്ചേർന്നവൻ പിന്നെ തിരിച്ച് ഈ ഭൂമിയിലേക്കില്ല. അവന് പുനർജന്മവുമില്ല, മരണവുമില്ല, ഒരു ചുക്കുമില്ല. അവൻ പിന്നെ ഈ ലോകവുമായിട്ട് ഒരു ബന്ധവുമില്ല. അവനെ തന്നെ അതിൽ പ്രതിഷ്ഠിക്കും. ഏതിൽ? ആ നിർഗുണമായ ബ്രഹ്മത്തിൽ. പിന്നെ അവനെന്താണ്? ഒരു ഗുണവുമില്ലാത്ത ആ ബ്രഹ്മമായി സമാനമായി അതിലങ്ങ് ലയിച്ച് തീരും. ഇതോടുകൂടി കേനോപനിഷത്ത് അവസാനിക്കും.